മൊത്തത്തില് 10,541 രൂപ പിരിഞ്ഞു കിട്ടിയേ. അപ്പൊ അതില് വണ്ടി കാശും പിന്നെ സൗണ്ടിന്റെ കാശും പിന്നെ ചെലവ് കാശും കഴിച്ച 6,451 രൂപ ഉണ്ട്. എന്തുട്ടാ ചെയ്യണ്ടേ? വൈദ്യോ അതെ, സുഗതന് പൈസ കയറ്റി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഓളെ നമുക്ക് പറഞ്ഞിരുത്താം. വാ, ഇയാൾക്ക് എന്തുട്ടാ പ്രാന്താ? പറഞ്ഞ കാശ് നമ്മൾ കൊടുത്തില്ലേ, പിന്നെന്തുട്ടാ? ഹലോ, ഇവിടെ വേണം, ഇവിടെയും കൂടുതൽ വേണോന്ന്. എവിടെ നിർത്താ തരണേ? അല്ല, നിങ്ങളെന്ത് ഭർത്താനാണ് പറയണേ? ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം, അത് മനസ്സിലാക്കി നിങ്ങള്. ആശ കിട്ടുമ്പോ അതിനനുസരിച്ച് തരണല്ലോ. കോയ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ലേ? ടെമ്പോന്റെ പൈസ കൊടുക്കണം, വൈകുന്നേരം ആകുമ്പോ സൗണ്ട്സിന്റെ പൈസ കൊടുക്കണോ, പിന്നെ നമ്മളൊക്കെ തിന്നതിന്റെ പൈസ, ബാക്കിയുള്ളതുള്ളൂ ഇപ്പൊ കൈമില്. എല്ലാവരും പിരിച്ചു വിട്ടാലും ലാഭം 3 ഇരട്ടി കൂടുതലുണ്ട് എന്നൊക്കെ എനിക്കറിയാം. കണക്കൊന്നും എന്നെ പഠിപ്പിക്കണ്ട. കാശ് കൂട്ടി തരേണ്ട, എനിക്ക് പറ്റില്ല കേട്ടോ ഈ പരിപാടി. ഇയാൾ എന്തുട്ടാ പറഞ്ഞ? ഒരു പരിപാടി നടത്താൻ ഞങ്ങൾ പൊരി വയലത്ത് ബക്കറ്റ് വീട് നടത്താന്നേ. എനിക്കിപ്പോ നിങ്ങളുടെ കൂടെ പറഞ്ഞത് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ വേണം വെക്കോളാം. ഞാൻ എറണാകുളത്ത് അസല് ട്രൂപ്പിൽ പാടിയിരുന്ന 5,000 ഉറുപ്പിക ഒരു പ്രോഗ്രാമിന് പോയാ. ഈ വലിയ ഭർത്താനൊന്നും പറയണ്ട, പാട്ടുകാരെ നമുക്ക് വേറെ കിട്ടും കേട്ടോ. എന്നാ പിന്നെ അവരാണ്ട് വിളിച്ചോ. എന്തുട്ടാ ഒരു തർക്കത്തിൽ നിൽക്കേണ്ട വല്ല കാര്യണ്ടോ? ഒരു നല്ല പരിപാടി നടത്താൻ നിങ്ങൾക്കൊക്കെ കാശ് പിരിച്ചു തരുന്നില്ലേ, പിന്നെന്തുട്ടാ? ഇത് ബാക്കിയുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ്. അതെ, ഇത്തരം പരിപാടിക്കൊക്കെ അങ്ങനെ പാടുന്ന ആൾക്കാരെ വിളിച്ചാൽ മതി. ഞങ്ങളെപ്പോലുള്ള ഫേമസ് ആൾക്കാരൊന്നും അതിന് പറ്റിയതല്ല. എന്തുട്ടാ പറഞ്ഞ? ഞങ്ങൾ തരേണ്ടല്ലേ, നിങ്ങളൊക്കെ താഴെ ആളുകൾ കിട്ടണ്ടേ? ഈ ഒരു കാര്യം മനസ്സിലാക്കിയോ? റോഡ് സൈഡിൽ ബൈറ്റത്തടിച്ച് പാടിയ ഒരു ഗായകനായി, അത് മനസ്സിലാക്കിയോ? വന്ന വഴി ഞാൻ മറന്നിട്ടൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ജീവിക്കാൻ വഴിയില്ലാണ്ട് ഒരു കൈയും ഇങ്ങനെ ഒടിഞ്ഞ് കാലും നൊണ്ടി ഒരു വഴിയില്ലാണ്ട് എന്റെ അടുത്ത് വന്നോണ്ടാ ജീവിച്ചോട്ടെ എന്ന് കരുതി കൂടെ കൂടിയത്. പിന്നല്ലേ മനസ്സിലാക്കിയത് കള്ളത്തരാന്ന്. ഈ കള്ളത്തരത്തിന് കൂട്ടുകണമെങ്കിൽ എനിക്ക് പൈസ കിട്ടണം. സമാധാനമായില്ലപ്പോ? അന്നേ എന്നോട് ഞാൻ പറഞ്ഞതാണ്, ഞൊടന്നിലും മുടന്നിലൊന്നും വേണ്ടാന്ന്. ഇയാൾ എന്തുട്ടായി പറഞ്ഞ? മൊയ്തോ, ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആൾക്കാർ കാണാണ്ടിരിക്കും. മൊയ്തു കോയ, എന്റെ തനി സ്വഭാവം വെറുതെ എടുപ്പിക്കരുത്. മര്യാദക്ക് ഞാൻ പറഞ്ഞ കാശ് ഇവിടെ വെച്ചോ. എന്താ പ്ലംബർനോത്തി നിങ്ങൾ പറഞ്ഞ? ജയിലിൽ ഞങ്ങൾ ആഗസ്റ്റ് 5 പരിപാടിക്ക് 12 ഇടാൻ പോയതാണേ. നിന്റെ മുഖം കണ്ടാലും തോന്നുന്നു നീ 12 ഇടാൻ പോയതാന്ന്. എന്റെ മുഖത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഈ വലിയ ഭർത്താനൊന്നും പറയണ്ട. വീട്ടിൽ പാടാൻ വന്ന് വിളിച്ചപ്പോ 1000 ഉറുപ്പിയൊക്കെ പാടാൻ വരാൻ പറഞ്ഞ ആളായി. ആരാടാ എനിക്ക് പാടാൻ സമ്മതിച്ചത്? എന്റെ അമ്മ. അമ്മേനെ വെച്ച് പാടിപ്പിക്കാ നീ. എന്തുട്ടാ ഈ പ്ലംബർനോത്തി പറഞ്ഞ? ഒരു കൾച്ചറില്ലാത്ത ടീമാണോ ഇത്? കൾച്ചറിലെ പരിപാടിയാണല്ലോ നമ്മൾ നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് കാശ് കിട്ടുന്ന പരിപാടിയല്ലേ. ഇതിന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഈ കൾച്ചറൊക്കെ മതി. ഇയാൾ വലിയ വർത്താനം പറയണോ? നിങ്ങൾക്ക് പറഞ്ഞ കാശ് തരുന്നില്ല. പിന്നെ പറഞ്ഞ കാശ് ഇവിടെ തരുന്നേ. പറഞ്ഞ കാശ് തന്നെ ഞങ്ങൾ അതെ എനിക്ക് നിർബന്ധം. നമുക്കേ ഒരു കോംപ്രമൈസിൽ എത്താം. എന്ത് കോംപ്രമൈസ്? അതായത് 2,500 ഉറുപ്പിയിൽ നമുക്ക് ഉറപ്പിക്കാം. 2,500 നഷ്ടാണ്. പിന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനല്ലേ? എന്നാ ശരി, 2,500 വെച്ച് തരുമെങ്കിൽ ഞാൻ റെഡി. ഞങ്ങൾ റെഡി. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് പാച്ചാളത്ത്. വരുമ്പോ ദിവനെ കൊണ്ടുവരണമെന്നില്ല. പിന്നെ എന്തുട്ടാ ചെയ്യണ? നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ചോണ്ടാ വണ്ടി ഏൽപ്പിക്കണേ? ഈ സൗണ്ട് സിസ്റ്റം ഏൽപ്പിച്ചാരാ? വർത്താനം പറഞ്ഞേ. നിർത്തി, ഒക്കെ നിർത്തി. നിങ്ങൾ പോയിക്കോളി. ഞങ്ങൾ പാടുമ്പോ ഞങ്ങൾക്കുള്ള വെള്ളം, ഭക്ഷണം, പിന്നെ പറഞ്ഞ കാശ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ കമ്മിറ്റി കൂടുതലൊന്നും പറ്റില്ല. എവിടെയെങ്കിലും റൂം എടുക്കാൻ പറ്റുക അങ്ങനെ. ഇതൊന്നും ഞങ്ങളുടെ കൾച്ചറിന് ചോദിച്ചല്ല. എന്നാൽ എന്തുട്ടാ ഈ പറഞ്ഞ? ഇവരെന്താ മൈക്കൽ ജാക്സണോ? ഇവിടേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞതാ, ഈ ഉള്ളിലേക്കൊന്ന് ആ പെണ്ണിനെ കൊണ്ട് വരും. വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. എന്തൊരു തെറ്റിദ്ധരിക്കണേ? ഈ സാധനത്തിനൊക്കെ ഇതിന്റെ ഉള്ളിലാണ് എവിടേക്കാ കൊണ്ടുവരാൻ? പിന്നെ ഇത്രയും കായ് ഉണ്ടാക്കുമ്പോ ഒരു ചെറിയ റൂം എടുത്താൽ എന്താ നമുക്ക്? ചെറിയ റൂം എടുക്കണേ. ആകെ 4,500 രൂപയുണ്ട്. 4,500 ആണോ? കുറെ ടീമായിട്ട് വന്നിരിക്കുക. സത്യത്തിൽ ടീ. ഞാനൊരു കാര്യം പറട്ടെ, ഞാൻ ആ പാവാട വേണം പാടാം. നിനക്ക് മറ്റേ പാട്ട് പാടാൻ പറ്റുമോ? ഈ ടീമിനെ ഒഴിവാക്കാന്നേ. എന്നിട്ടാ പാടിയാല് അവിടെ വേണം. കയ്യിലുള്ള ശരി ഈ 10ന്റെ നോട്ട് മൊത്തം നീ കൊണ്ടുപോയിക്കോട്ടോ. എനിക്ക് നിർത്തി വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാ പിടിച്ചേ. വല്ല കാര്യണ്ടോ? മണി 8 ഒരു 10-12 മണി വരെ നമുക്ക് മറ്റേ പണിയൊന്നും നോക്കിയാലോ? വല്ല കോഴിയോ ആടോ?